നമസ്കാരം, എൻ്റെ പേര് പ്രകാശ് ഭാരെ. ഞാൻ മലയാളത്തിലൊരു പ്രൊഡ്യൂസറാണ്, നടനാണ്. 10-40 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പത്തോളം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. IFFK കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് സ്ഥിരമായിട്ട് IFFK അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. 30 വർഷം തികയുമ്പോൾ IFFK ഇപ്പോഴും വളരെ റിലവൻ്റ് ആയിട്ട് നമ്മുടെ സിനിമാ ഭൂമികയിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം ലോക സിനിമയുടെ ജാലകം മലയാളത്തിലേക്ക്, കേരളത്തിലെ ജനങ്ങളിലേക്ക് തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സെൻസിബിലിറ്റിയെ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് IFFK. ലോകത്തിലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാൻസിലായാലും ടൊറൻറ്റോ ആയാലും കച്ചവട സിനിമയുടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെയും കമേഴ്ഷ്യലൈസേഷൻ്റെയും ഒക്കെ അതിപ്രസരം ഫെസ്റ്റിവലിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മോൺട്രിയൽ ഫിലിം ഫെസ്റ്റിവൽ പോലെയൊക്കെ നിന്നുപോയിട്ടുണ്ട് പല ഫിലിം ഫെസ്റ്റിവലുകൾ. അപ്പോൾ അതിൻ്റെ അകത്തും നല്ല സിനിമയുടെ ഭാവുകത്വത്തെ പിന്തുടരുന്ന ഒരു ഫെസ്റ്റിവലായിട്ടാണ് IFFK ഇന്ന് നിലകൊള്ളുന്നത്. അതിൻ്റെ മാസ് പാർട്ടിസിപ്പേഷൻ, ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ IFFKയെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ് കേൾക്കുക ഈ ഒരു ആസ്പെക്റ്റിൽ. കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഫിലിം ലവിങ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ. കാരണം ഒരു സ്ക്രീനിങ്ങിൽ തന്നെ ഇന്നലെ ഞങ്ങളുടെ സിനിമ പാപ്പ ബുക്ക ടാഗോർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ 1000-ഓളമാണ് പ്രേക്ഷകർ അതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെയുള്ള ഒരു ജനങ്ങളിലേക്ക് ഫിലിം എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ലോകത്തിൽ വളരെ വിരളമാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് അഹങ്കരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ആ പ്ലാറ്റ്ഫോം നമുക്ക് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ്, ഈവൻ നമ്മുടെ കമേഴ്ഷ്യൽ ഫിലിംസിൻ്റെയൊക്കെ മേക്കിങ്ങിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് IFFK. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതേ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കുന്ന സിനിമകളെ ലോകത്തിലെത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം ഫിലിം മാർക്കറ്റ് വരുന്നു, പ്രൊഡ്യൂസർ അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സിനിമകളെ, ലോക സിനിമയെ നമ്മളിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സിനിമയെ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതീക്ഷിക്കാം.